അത് വേലക്കാരി സന്ധ്യ 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 വേലക്കാരി എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ അവള് കറങ്ങി നടക്കണം കേട്ടോ. അവള് എനിക്ക് തോന്നുന്നു മഞ്ചേരി കാണാൻ പോകുമെന്ന് തോന്നുന്നു. അല്ല സംഭവം അറിയോ? ഭാര്യ ആടിന് വെള്ളം കൊടുക്കുന്നു, വേലക്കാരി ഫ്രീ ആയിട്ട് നടക്കുന്നു. അതെന്താ സംഭവം? ഞാൻ അവൾക്ക് ഫുൾ ഫ്രീഡം കൊടുത്തേക്കാണ് എന്റെ വേലക്കാരി. പിന്നെ ഞാൻ അവള് ചെയ്യണം കാര്യങ്ങൾ ഉത്തരവാദിത്വം ഇവർക്ക് ഫ്രീഡം ഞാൻ കൊടുത്തു. ഇതാണ് ചില ആണുങ്ങൾ ഇങ്ങനെയാണ് അല്ലേ? ഭാര്യമാർ ഫോൺ ചെയ്യും ഭയങ്കര ദേഷ്യം. എന്താ വിളിച്ചത് കൊന്നൊക്കെ പറയും. കാവ് വിളിക്കുമ്പോ പൊന്നെ എന്തിടാ ഇതെന്താ അത് വേറൊന്നും കൊണ്ടല്ല സർക്കസേ. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് എപ്പോ വേണോ കോരി കുടിക്കാം. പക്ഷെ പഞ്ചായത്ത് പൈപ്പിൽ അങ്ങനല്ല. വെള്ളം വന്നാ വന്ന് കിട്ടിയ. അയ്യോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിലെ തുരുത്ത്. അത് ആലപ്പുഴ ചെന്നപ്പോ നിങ്ങൾ സർക്കസ് തുരുത്തി കളഞ്ഞ? ഇല്ല പിന്നെ അതല്ല അയ്യ ഞങ്ങളെ തുരുത്തിന്നല്ലേ പറഞ്ഞു. ആലപ്പുഴയിൽ മറ്റേ ഈ വെള്ളത്തിന്റെ നടുക്ക് തുരുത്ത് മനസ്സിലേ? ഈ തുരുത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഈ കാറൊന്നും പോത്തില്ല. പിന്നെ വെള്ളത്തിൽ വള്ളത്തിൽ കൂടെ വേണം പോകാനായിട്ട്. അല്ല റോക്കറ്റ് വിടാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല്ല സ്ഥലത്തും. പിന്നെന്താ അങ്ങനെ ഞങ്ങളങ്ങോട്ട് ചെന്ന് ദൈവമേ ഈ കൂടാനുണ്ടല്ലോ അങ്ങ് കെട്ടി നേരെ ഞങ്ങൾ സർക്കസ് തുടങ്ങാൻ നിന്നപ്പോഴത്തേക്ക് വള്ളത്തേല് കൈത്തോട് ഫുൾ ആൾക്കാർ ഇങ്ങനെ നിരന്നങ്ങ് നിൽക്കും. അതാരാ അതാത് ആദ്യം വാ, എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം വരും. അല്ല അത് പറഞ്ഞിട്ട് നീ കഥ പറഞ്ഞാൽ മതി. അല്ല ആദ്യം പെണ്ണുങ്ങളൊക്കെ പരിചയപ്പെടുത്തണം. ചാരികസാര എന്റെ അച്ഛൻ എളിഞ്ഞിരിക്കണം, അത് നിനക്ക് കാണാൻ വയ്യ. പെണ്ണുങ്ങളെ മൊത്തം കാണേണ്ട കാര്യം എന്തോ? അച്ഛനെ ഞാൻ വായിക്കാൻ പറ്റില്ല. അച്ഛനെ കാണേണ്ട കാര്യമില്ല. ഞാൻ സംഭവം എന്ന് പറഞ്ഞത് ആരാണ് എന്താണെന്ന് ചോദിച്ചു പോയി. ആരെന്താ ചോദിക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞു വഴക്ക് പുള്ളിയെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അല്ലാതെ ഞാൻ പറയും പുള്ളിക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞൂടാ. അതെ ഓലോറാം വേണ്ട. എന്റെ മോലാലിയുടെ ഐറ്റം കണ്ടോണ്ടാ അതെന്താ വാർത്ത? 80 കുടുംബമാണ് ഈ ഐറ്റം കൊണ്ട് ജീവിക്കുന്നത്. അറിയാമോ? 80 കുടുംബം അറിയാമോ? അതെ കണ്ണ് കെട്ടിയിട്ട് പരിചയത്തോരെ വിളിച്ചിട്ട് കത്തി എറിയും. അങ്ങനെയുള്ളതാണ്. മാസത്തിൽ 20 ഷോ ഉണ്ട്. 20 ഷോ നമുക്കുണ്ട്. അതെന്താ 10 ഷോ കൂടെ 30 ഷോ അല്ല 10 ഷോ കൂടെ ചെയ്തൂടെ 10 ദിവസം? അല്ല ഈ 10 ദിവസം കേസ് പറയണ്ട, മറ്റേ എറിഞ്ഞതിന്റെ കേസ്. ഓ അങ്ങനെ ഉണ്ടല്ലേ? അല്ല അപ്പൊ നല്ല സർക്കസ് ആണല്ലോ നടക്കുന്നത്. എന്തായാലും വിട് കേട്ടോ സർക്കസ് ഒക്കെ. പിന്നെ നിങ്ങളിലേക്ക് വന്ന് സംസാരിച്ച ബോലോറാം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ആരാ ഈ നിൽക്കുന്നതെന്ന് അറിയാവോ? അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുവാണോ? അയ്യോ അതല്ലെന്ന്. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. കാരണം ഇത്രയും നല്ലൊരാളുടെ കൂടെ സംസാരിക്കാൻ പറ്റിയ തന്നെ ഇവൻ എനിക്ക് കിട്ടിയത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവന്റെ ഒരു കിടുക്കൊരു സംഭവം ഉണ്ട്. എന്താ? ഞാനത് പറയും. അവന്റെ കിടുക്കൊരു സംഭവം ഉണ്ട്. അവൻ തലേ വെച്ച് ചായ തിളപ്പിക്കും. അതെന്താ പുള്ളിയുടെ വീട്ടിൽ അടുക്കളയില്ല? പിന്നെന്തിനാ തലയിൽ വെച്ച് ചായ തിളപ്പിക്കേണ്ട കാര്യം? നമ്മുടെ അടുക്കളയില്ലേ? അതൊരു ഐറ്റമാണ്. തലേ വെച്ച് ചായ തിളപ്പിക്കും, നെഞ്ചി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പൊ രാവിലത്തെ കാപ്പിയുടെ കാര്യം ഓക്കെ. അപ്പൊ ഫുള്ള് രാവിലത്തെ കാപ്പിയാണ്. അല്ല വേറെ ഐറ്റം ഉണ്ട്, പല ഐറ്റങ്ങൾ ചെയ്യുമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം ചെയ്യാൻ ഒരു കാര്യം കൂടി ചെയ്യാത്തണ്ട്. എന്തുവാ? ആരെങ്കിലും കഷ്ടത്ത് വെച്ച് അത് പിടിയാത്തണ്ട്. അതൊരു വേറെ സാധനം പോലെ ഇതിന്റെ കൂടെ ഇതല്ലേ ചെയ്യേണ്ടത്. ഇവനെ കിട്ടിയത് തന്നെ എന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മുടെ ഈ സർക്കസ് തുടങ്ങാൻ നേരത്ത് മെയിൻ ഐറ്റം എന്താണ്? അതേ സർക്കസ് നമ്മൾ തുടങ്ങി കുതിരയും രാജ്ഞിയും പോകുമല്ലോ, അതിന്റെ തൊട്ടു പുറകെ കണ്ണും കണ്ണും ഒരു വിഗും വെച്ചോണ്ട് ജയന്റെ ഫിഗർ ഇട്ടോണ്ട് അങ്ങ് ഇറങ്ങും. ഒരു കാര്യം പറഞ്ഞിട്ട് ചവക്കല്ലേ, അങ്ങോട്ട് പോയിന്ന് കഴിയും. അങ്ങോട്ട് പോയി കാര്യം വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ അങ്ങനെ കഴിക്കല്ലേ ചേട്ടാ. അരോചകമായിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങോട്ട് മാറി. ചവച്ചതല്ല പിന്നെ ഒരു വിഗ് വെച്ച് അവനാ ജയൻ. ഇടുക്ക സാധനമാ. ആളെ കൂട്ടാനുള്ള ആളെ ഒഴിപ്പിക്കാനുള്ള സർക്കസാണ് ഇത്. സത്യം പറഞ്ഞു ഇത് നമ്മൾ ഞെട്ടിപ്പോ. അതൊന്നും അല്ല, ഞെട്ടാൻ മോണേ ഉള്ളു. ഇത് കഴിഞ്ഞ പറഞ്ഞ ഈ വിഗൊക്കെ തിരിച്ചു വെക്കും. എന്നിട്ട് ലാലേട്ടനായിട്ട് വന്ന് നിന്നിട്ട് എല്ലാവർക്കും ഒരു ആശംസ വീഡിയോ. അതാരാ? പുള്ളി തന്നെ വിഗ് തിരിച്ചു വെച്ച് എന്താ മോനെ? ആന്റണി പെരുമ്പാവൂരിനെ ഒന്ന് വിളിച്ചു പറയണേ. എന്തിന്? അല്ല ഇങ്ങനെ ഒരു മോഹൻലാലും കൂടെ ഇറങ്ങിയിട്ടുണ്ടോന്നുള്ള കാര്യം പുള്ളി അറിയാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. ചിലപ്പോ അവിടെ വിഷയം ഉണ്ടോ? ഇത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാതെ പോവാൻ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്.